മലയാളികൾ എല്ലാവരും അറിഞ്ഞൊരു സംഭവം തന്നെയായിരുന്നു അഹാനയുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ. എടുത്തു പറഞ്ഞാൽ അഹാനയുടെ അമ്മുമ്മ, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയുമായിട്ടുള്ള ഇവരുടെ കുടുംബത്തിൻ്റെ ചില പ്രശ്നങ്ങൾ, കസിൻ തൻവിയുമായിട്ടുള്ള ബന്ധവും സൗഹൃദവും എല്ലാം ഉപേക്ഷിച്ച ശേഷമുള്ള ഒരു ഓണം തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ തൻവിയും ലിയാനും കുടുംബവും ഇവിടെ ഉള്ളപ്പോൾ ഒരിക്കലും കൃഷ്ണകുമാരൻ്റെ കുടുംബം അവരെ ഒറ്റയ്ക്കാക്കില്ലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ഓണം ഇവരുടെ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷമുള്ള ഓണമായതുകൊണ്ട് വലിയ രീതിയിൽ ആഘോഷവും ഇല്ലായിരുന്നു. എന്നാൽ ഓമിയുടെ ആദ്യ ഓണം എന്നുള്ളത് കൊണ്ട് തന്നെ ആഘോഷം ഇല്ലാതാക്കാനും ആകില്ല. മരിച്ചയാൾ മരിച്ചു, അതിൻ്റെ സങ്കടം എന്ന പേരിൽ നമ്മളിങ്ങനെ ആ കുഞ്ഞിൻ്റെയും കൂടി സന്തോഷം ഇല്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കുടുംബം ആഘോഷം ആക്കിയത്. എന്നാൽ അമ്മുമ്മയെ ക്ഷണിച്ചില്ല എന്നൊരു പരാതി എല്ലാവർക്കുമുണ്ട്. അവിടെ തൻവി ഇപ്പോൾ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മുമ്മ ഒറ്റയ്ക്കാണ്. അപ്പം നിങ്ങൾക്ക് അമ്മുമ്മയും കൂടി വിളിക്കാമായിരുന്നു. ഇതാണ് പലരും ചോദിക്കുന്നത്. പലരുടെയും അഭിപ്രായമാണിതെന്ന് രേഖപ്പെടുത്തുന്നതെന്നും പറയുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം നന്നായി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ തവണ പ്രേക്ഷകർ ഇത്തരം വാക്കുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ എപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തയോട് വളരെ നന്നായി പ്രതികരിക്കാറുണ്ട്. കൃഷ്ണകുമാരൻ്റെ കുടുംബം ആഘോഷിച്ചു, അപ്പോൾ സിന്ധുവിൻ്റെ സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മയെ മാത്രം വിളിക്കാത്തത് എന്താണ് എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട്. എത്രയൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയും കൂടി വിളിക്കാമായിരുന്നു. അച്ഛനില്ലാത്ത ആദ്യത്തെ ഓണമല്ലേ, ഒറ്റയ്ക്കല്ലേ, അതുകൂടി ചിന്തിക്കാമായിരുന്നില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ദിയയും അശ്വിനും അതുപോലെ ഇഷാനിയുടെ സുഹൃത്ത് അർജുൻ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നിൽക്കുന്നൊരു സാഹചര്യത്തിൽ അമ്മുമ്മയും കൂടി ക്ഷണിക്കാമായിരുന്നു. ഒരുപക്ഷെ അവർ ക്ഷണിച്ചിട്ടുണ്ടാകാം, അമ്മുമ്മ വരാത്തതായിരിക്കാം, അറിയില്ല എന്ന് തീർത്തും പറയാൻ സാധിക്കുന്നു. ഓരോ തവണയും ആരാധകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഈ വാക്കുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അഹാനയുടെ കുടുംബത്തിലേക്ക് തന്നെ നോക്കുന്നു. ഓമിയുടെ ആദ്യ ഓണമാണ്. കൃഷ്ണകുമാർ തന്നെയാണ് സദ്യ വാരിക്കൊടുക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഓമിയുടെ പിന്നാലെ തന്നെയാണ് എന്ന് പറയാം. ഇപ്പോൾ ഓമിയുടെ പ്രായത്തിനനുസരിച്ച് തന്നെ എല്ലാവരും ചെറുപ്പമായി കഴിഞ്ഞു. ഓമി ഇരിക്കുന്നത് പോലെ തന്നെ ഓമിയുടെ അരികിൽ ഇരിക്കാനും ഒക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടം തന്നെയാണ്. എല്ലാവരും അതിനുവേണ്ടി ഓടി നടക്കുകയാണ്. എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമുള്ള കാര്യം തന്നെയായി ഇത് കൂട്ടിച്ചേർക്കുകയും പറയുകയും ചെയ്യുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം വളരെയധികം കൃത്യമായി തന്നെ ഇത് ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട് എന്നുകൂടി പറയാം. അഹാനയും അഹാനയുടെ അമ്മുമ്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം മറക്കാൻ വേണ്ടി കൂടിയാണ് എല്ലാ പ്രേക്ഷകരും ശ്രമിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർത്തേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.